സുൽത്താൻ ബത്തേരി സ്വദേശി പ്രസീദ് കുമാറിന് 6 വർഷം മുമ്പാണ് കൃഷ്ണ കൗമോദ നെല്ലിന്റെ ഏതാനും മണികൾ കിട്ടിയത്. ഒരു കൗതുകത്തിനാണ് ആ നെന്മണികൾ വിതച്ചത്. 1 സെന്റിൽ നിന്ന് തുടങ്ങിയ ആ കൃഷിയാണ് ഇപ്പോൾ 3.5 ഏക്കറിൽ എത്തി നിൽക്കുന്നത്. ഇത് നമ്മളെ ഇന്ത്യയിൽ തന്നെ വളരെ റെയറായിട്ടുള്ള ഒരു നെല്ലാണിത്. കൃഷ്ണ കൗമോദ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഗുജറാത്ത് ഒറീസയിലാണ് ഇത് റെയറായിട്ടുള്ളത്. അങ്ങനെ 5-6 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊരു 10 മണി നെല്ല് കിട്ടുകയും അത് ഒരു സെൻറ്റ് താഴെ ഞങ്ങളത് കൃഷി ഒരു രസത്തിന് വേണ്ടി നടുകയും ചെയ്തു. അതിങ്ങനെ ഡെവലപ്മെൻറ്റ് ചെയ്ത് വർഷങ്ങൾ 4-5 വർഷം കൊണ്ട് ഇപ്പോൾ ഈ 2.5 ഏക്കർ ഇവിടെ 1 ഏക്കർ അവിടെയും ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു. ഇത് കേരളത്തിന് ഉപകാരപ്രദമാവും. ഗുജറാത്ത്, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അപൂർവമായി മാത്രം കൃഷി ചെയ്യുന്ന നെല്ലിനമാണ് കൃഷ്ണ കൗമോദ. ഔഷധ ഗുണമുള്ള ഈ നെല്ല് ക്ഷേത്രാവശ്യങ്ങൾക്കാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു ഔഷധ ഗുണമുള്ള നെല്ലാണ്. രണ്ടാമത്തേത് ക്ഷേത്ര ആവശ്യങ്ങൾക്കാണ് ഇത് കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നെങ്കിൽ തോന്നുന്നു അന്വേഷണത്തിൽ. ഇതിന് പിന്നെ നമുക്ക് നിവേദ്യം, പായസം, തുലാഭാരം നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ളൊരു നെല്ലാണ്. കൃഷ്ണ കൗമോദയുടെ വിത്തിനായി നിരവധി പേർ പ്രസീദിനെ സമീപിക്കുന്നുണ്ട്. തമിഴ്നാട് കൃഷിവകുപ്പ് ഗവേഷണത്തിനായി ഈ നെല്ല് വാങ്ങിയിരുന്നു. നെന്മേനി കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരും എല്ലാ പിന്തുണയുമായി പ്രസീദിനൊപ്പമുണ്ട്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വിത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കേരളത്തിലേക്ക് മൊത്തം കേരളം, തമിഴ്നാട് കാരണം എല്ലാ സ്റ്റേറ്റിലേക്കും കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട് നമ്മളോട് ഇതിന് റിസർച്ചിന് വേണ്ടിയിട്ട് നെല്ല് വിത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് നെത്ത് കൊടുത്തിട്ടുണ്ട്. റിസർച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഉണ്ടാകും എന്ന് വിളിക്കുന്നുണ്ട്. ഞങ്ങളെ ഈ നെന്മേനി കൃഷിഭവനിലെ ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങളിത് ഫുള്ള് ചെയ്യുന്നത്. അവിടെ കൃഷി ഓഫീസർ മറിയുമ്മ, ഷിബു സാറ്, കൃഷ്ണ സാറ് അവരാണിത് ഫുള്ള് മേൽനോട്ടം. ഇത് വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നവരാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഫുൾ കൃഷി ചെയ്യുന്നത്. വയനാട്ടിലെ മഴക്കുറവ് ഇത്തവണ കൃഷ്ണ കൗമോദ കൃഷിയെയും ബാധിച്ചു. വിളവ് 50% കുറഞ്ഞതായി പ്രസീദ് പറയുന്നു. ഈ വർഷം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 50% ബാധിച്ചു. കാരണം വെള്ളത്തിൻ്റെ കുറവ് വന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് നെല്ല് ഇത്രയും കുറഞ്ഞത്. ഇതിന് ഡബിൾ നെല്ലുണ്ടായിരുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം. ഇതേ നെല്ല് കൃഷി ചെയ്തിട്ട് ഇതിനെക്കാട്ടും ഡബിൾ ഈൽഡുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ വരൾച്ച മൊത്തത്തിൽ ബാധിച്ചപ്പോൾ ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും കിട്ടിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. പെട്ടെന്ന് വേവുമെന്നതാണ് കൃഷ്ണ കൗമോദ അരിയുടെ പ്രത്യേകത. ഈ അരി കൊണ്ടുള്ള പായസവും ചോറും ഏറെ സ്വാദിഷ്ടമാണ്. ഈ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് ഒറ്റ തിളക്കി ഞങ്ങൾക്ക് ഇത് ചോറാവും. പിന്നെ പായസത്തിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഞങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് പായസത്തിനാണ്. പിന്നെ നമ്മളെ ക്ഷേത്രങ്ങളിലേക്ക് നിവേദ്യം, തുലാഭാരം എന്നിങ്ങനെ ആവശ്യങ്ങളൊക്കെ ഇത് ഏറ്റെടുക്കാൻ വളരെ നല്ല ഉത്തമമായ നെല്ലാണ് എന്നാണ് ഞങ്ങൾ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ വിവാഹത്തിനൊക്കെ ഇത് കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഓരോരുത്തർ പൂജാ റൂമിൽ വെക്കാനൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് 1 കിലോ 1/2 കിലോ നെല്ലുകൾ ഇങ്ങനെ വീടുകളിൽ വന്ന് നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. കേരളത്തിൽ കൂടുതൽ സ്ഥലത്തേക്ക് കൃഷ്ണ കൗമോദ കൃഷി വ്യാപിപ്പിക്കണമെന്നാണ് പ്രസീദിന്റെ ആഗ്രഹം. മാതൃഭൂമി ന്യൂസ്, വയനാട്. സ്ത്രീകൾക്ക് ഏത് തരം കൃഷിയും വഴങ്ങുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കോതമംഗലം നാടുകാണിയിലെ മേരി ജോസഫ്. നെല്ല് മുതൽ വിവിധ ഇനം പച്ചക്കറികൾ വരെ മേരി ചെയ്യാത്ത കൃഷികളായി ഒന്നുമില്ല.